ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ചട്ടഭേദഗതിയെ വഴിയുള്ളൂ. നമ്മളതിന് 216/2020 എന്ന് പറഞ്ഞൊരു ഉത്തരവ് പണ്ടിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടാണ് നമ്മളത് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 64 ചട്ടത്തിൽ നട്ടു വളർത്തിയത് കൂടി സബ്സീക്വൻ്റായി വരുന്ന ചെടികൾ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പട്ടാധാർക്ക് വരുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഭൂമി കൈമാറുമ്പോൾ കൈമാറിയ ഭൂമിയിൽ റിസർവ് ചെയ്ത മരങ്ങൾ, അതുപോലെ തന്നെ രേഖപ്പെടുത്തിയ മരങ്ങൾ, ആ മരങ്ങളുടെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൽ ഉത്തരവാദിത്തം വരുന്നത്. പ്രത്യേകിച്ച് ഈ 4 മരങ്ങളാണ് സർക്കാരിൽ നിക്ഷിപ്തമാകുന്ന മരങ്ങൾ. അത് പൂർണ്ണമായും അതിൻ്റെ ചന്ദനം ഉൾപ്പെടെ, ചന്ദനം പാട്ട് വളർത്തിയാലും കിളിർത്തു വന്നാലും പ്രൊമോഷൻ ആക്ട് പ്രകാരമാണെങ്കിലും മറ്റേത് നടപടി പ്രകാരമാണെങ്കിലും പട്ടാധാർ തന്നെ സംരക്ഷിക്കണം. പക്ഷേ ഒരു സാധാരണ കർഷകൻ അവൻ്റെ ഭൂമിയിൽ ഒരു ചെടി നട്ടാൽ, ഒരു മരം നട്ടാൽ അതിൻ്റെ അവകാശം അവന് തന്നെ കിട്ടണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടതിൽ പൂർണ്ണമാകില്ല. അതുകൊണ്ടൊരു ചട്ടഭേദഗതി വേണം എന്നാണ് നിയമപരമായ ഉദ്ദേശം. അതിൻ്റെ രൂപകൽപ്പന നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും കർഷകർക്കല്ലാതെ മറ്റാർക്കും ഗുണമുണ്ടാക്കാത്ത വിധത്തിൽ നിയമവകുപ്പിൻ്റെ പരിഗണനയിലാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഭേദഗതിയിലേക്ക് കിടക്കും. സുപ്രീം കോടതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന കേസിന് ശേഷം 40/2020 എന്ന് പറഞ്ഞൊരു ഉത്തരവ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇറക്കിയിരുന്നു. ആരാധനാലയങ്ങൾക്ക്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, സാംസ്കാരിക സ്ഥാപനങ്ങൾക്കൊക്കെ ഭൂമി കൊടുക്കാൻ 1 ഏക്കർ വരെ. പക്ഷേ ആ നടപടിക്രമങ്ങൾ ചില നിയമ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നിൽക്കുകയാണ്. വയനാട്ടിലെ കേസിലാണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയത്. കോടതി അതിലൊരു വിധി പ്രസ്താവം നടത്തിയില്ല, ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണങ്ങളൊക്കെ കൂടി കണ്ടുകൊണ്ടായിരിക്കും. പക്ഷേ പലരും നേരത്തെ ദീർഘകാലമായി, നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭൂമി സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ഉത്തരവ് ലഭ്യമല്ലാതെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.